ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 28. തൊഴിൽ രഹിതരുടെ രാജ്യമായി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കൊട്ടിഘോഷിക്കുന്ന വീരവാദങ്ങളുടെ പൊള്ളത്തരം ഒരിക്കൽ കൂടി വെളിപ്പെടുന്നു. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുന്നു, സാമ്പത്തിക വളർച്ച നിരക്ക് കുതിക്കുന്നു എന്നൊക്കെയാണ് ഇരുവരും ദിവസേന കൊട്ടിഘോഷിക്കുന്നത്. ഈ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച് ചൊവ്വാഴ്ച പുറത്തുവന്ന ആധികാരികമായ റിപ്പോർട്ട്. സെക്കൻഡറിയോ അതിൽ കൂടുതലോ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലില്ലായ്മ 2022 65.7% വർദ്ധിച്ചിരിക്കുന്നു. 2000 35.2% ഈ നിരക്ക് ഇപ്പോൾ ഇരട്ടിയോളമായി. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെ മുൻനിർത്തി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ചേർന്ന് തയ്യാറാക്കിയ 2024 റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരമുള്ളത്. രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ 83% യുവജനങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ തന്നെയാണ് പുറത്തുവിട്ടത്. ബിരുദാനന്തര ബിരുദധാരികളും ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം നേടിയവരുമടക്കം തൊഴിലുറപ്പ് ജോലിയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വരി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. മോദിയും നിർമ്മല സീതാരാമനും അവകാശപ്പെടുന്നത് പോലെ രാജ്യം മികച്ച സാമ്പത്തിക വളർച്ചയിലാണെങ്കിൽ എന്തുകൊണ്ടാണത് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല? അവകാശവാദങ്ങളല്ല യാഥാർത്ഥ്യമെന്ന് ചുരുക്കം. കാർഷിക വ്യവസായ മേഖലകളിലെ തകർച്ചയും നോട്ട് നിരോധനവും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതൊളിച്ചതും കേന്ദ്ര സർക്കാർ സർവീസുകളിലെ ഒഴിവുകൾ നികത്താത്തതുമാണ് തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നിലവിലുള്ളതെന്ന് ഇതിനു മുമ്പേ തന്നെ ഒട്ടേറെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ സാമ്പിൾ സർവേ കണക്ക് പ്രകാരം തന്നെ തൊഴിലില്ലായ്മ നിരക്ക് 9%. 2016 ശേഷമുള്ള ഏറ്റവും കൂടിയ നിരക്കാണിതെന്ന് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി വിലയിരുത്തുന്നു. 5 വർഷത്തിനിടെ തൊഴിൽ മേഖലയിൽ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ലെന്നാണ് CMIE പഠനത്തിൽ പറയുന്നത്. ഏതാനും വർഷത്തിനിടെ 90 ലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെട്ടതായി അസീം പ്രേംജി സർവകലാശാലയുടെ ഒരു പഠനവും വെളിപ്പെടുത്തുന്നു. 25 വയസ്സിൽ താഴെയുള്ള ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ 42%, സർവകലാശാലയുടെ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ 2023 റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ആഘോഷമായി നടത്തിയ തൊഴിൽമേളകൾ തട്ടിപ്പായിരുന്നുവെന്നും ഈ കണക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. 2000 2019 ഇടയിൽ തൊഴിൽ മേഖലയിൽ നേരിയ വളർച്ച കണ്ടെങ്കിലും അത് സ്ഥായിയായതല്ലെന്ന് ILO തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ അനൗപചാരിക മേഖലകളിൽ സ്ഥിരമല്ലാത്ത ജോലി എടുക്കുന്നവരെ കുറിച്ചാണത്. കോവിഡോടെ സ്ഥിതി വീണ്ടും വഷളായി. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 2000 2018 ഇടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കാർഷികേതര മേഖലയിൽ കാര്യമായ തൊഴിൽ വർധന ഉണ്ടാകുന്നില്ല. അനൗപചാരിക മേഖലകളിൽ പണിയെടുക്കുന്നവർക്കാകട്ടെ ഒരു വിധത്തിലുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുമില്ല. സ്ഥിരവരുമാനവും തൊഴിൽ സുരക്ഷയും ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സർക്കാർ സർവീസിലെ തൊഴിൽ അവസരങ്ങളാണ്. കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് വിവിധ കേന്ദ്ര സർക്കാർ തസ്തികകളിലായി 9.79 ലക്ഷം ഒഴിവുകൾ നികത്താതെ കിടപ്പുണ്ടെന്നാണ്. റെയിൽവേയിൽ മാത്രം 2.93 ലക്ഷം ഒഴിവുകൾ. പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയവർ 10 വർഷം രാജ്യം ഭരിച്ചപ്പോഴത്തെ യഥാർത്ഥ ചിത്രമാണിതെന്ന് ILO റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടത്. അഭ്യസ്തവിദ്യരുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാർഷിക മേഖലയിലെ തകർച്ച മൂലം കർഷക തൊഴിലാളികളുടെ ജീവിതവും പെരുവഴിയിലായി. മോദി ഭരണത്തിൽ വളർന്നത് കോർപ്പറേറ്റുകളും അതിസമ്പന്നരും മാത്രം. അടുത്തയിടെ പുറത്തുവന്ന ഇന്ത്യയിലെ അസമത്വ റിപ്പോർട്ടുകൾ പോലെ ILO റിപ്പോർട്ടും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു.